നീ വണ്ടി എടുത്താ വണ്ടിക്ക് ഒന്നാമത് ഫുൾ കോൺഫിഡൻസ് ഇല്ലതാ. ഒരു 52,000 ക്ഷീണം മാറി വരുന്നത് അത് കണ്ടോണ്ടാണോ ഈ എവിടെ മോളിലെ താഴെയോ നീ പറഞ്ഞോ പ്ലേ ഏതാ ചോദിച്ചത്? നമ്മളെങ്ങോട്ടാന്ന് പോന്നേ? പരുന്തുംപാറ. ഹൈറേഞ്ചിന്റെ കവാടമായ മുണ്ടക്കയത്ത് നിന്നും ഞങ്ങൾ പരുന്തുംപാറയിലേക്ക് യാത്ര തിരിക്കുകയാണ്. നമ്മൾ പരുന്തുംപാറയ്ക്ക് യാത്ര തിരിക്കുകയാണ്. ഈ ഒരു പ്രതികൂല കാലാവസ്ഥയില് മാക്സിമം എൻജോയ്മെന്റ് അടിച്ച് പൊളിക്കാൻ തന്നെയാണ് എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പവറാണ് നമുക്ക് ഇനി വേണ്ടത് പരുന്തുംപാറയ്ക്കുള്ള യാത്രയിൽ. हेलो, आप किसने कॉल किया? निशाद इधर नहीं, वो दुकान जा रहा. वो इधर नहीं, वो दुकान गया. हेलो, നമ്മുടെ പച്ച വിരിച്ച് കിടക്കുന്ന കുട്ടി ആ ബോണറ്റ് കിട്ടാത്തവരോട്. അപ്പൊ നമ്മള് നല്ല ബ്ലോക്ക് ഉണ്ട്. ഇന്നത്തെ ദിവസം പ്രതികൂല കാലാവസ്ഥയാണ് ആയിരുന്നെങ്കിൽ പോലും ഇപ്പൊ നിലയിൽ നല്ല മഞ്ഞുണ്ട്. മഞ്ഞ് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞല്ല കയറ്റം കയറുന്നത്, വണ്ടിയാണ്. പച്ച വിരിച്ച് കിടക്കുന്ന ആ പ്രകൃതിയിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ തണുപ്പും കോടയും അടിച്ചു കഴിഞ്ഞപ്പോ കാണുന്നുള്ള രസം. നല്ല മഞ്ഞൊക്കെ ഉണ്ട്, കോട കയറി വരുന്നുണ്ട്. അതായത് നമ്മളെ പോലെ തന്നെ അവര് വീഡിയോ എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, 2 ദിവസം കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്യാനാണ് എങ്കിൽ എന്തിനെടുക്കുന്നു. നമ്മുടെ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് കുഴപ്പമില്ല. വീഡിയോ 4-5 വട്ടം ഇപ്പൊ എടുത്തിട്ടാണ് ക്ലിയർ ആയത്. അതാണ് ഡ്രൈവർ. വണ്ടി ഓടിക്കാൻ പഠിക്കാൻ നല്ല ഗണേശ് പറഞ്ഞേക്കുന്നത്, കൈകാര്യം ചെയ്യാൻ പഠിക്കാൻ വല്ലാത്ത കൈകാര്യം ചെയ്യുന്നു. നിന്നുമുള്ളിപ്പാറയിലേക്ക് ഇതാ നമ്മൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്നുമുള്ളിപ്പാറ എന്നറിയപ്പെടുന്ന വളഞ്ഞെങ്ങാനം വാട്ടർഫാൾസ്. അയ്യോ, എന്താളാന്ന് നോക്കിയാൽ മഴയും കാലാവസ്ഥ ഒന്നും ആളുകൾക്ക് ഒരു വിഷയമേ മഴയെന്ന് പറഞ്ഞാൽ പോലെ ഇരിക്കുന്നേ അല്ല. കാണും ഗൈസ്. നിർത്തണ്ടേ? അതാണ് നമുക്ക് മുമ്പോട്ട് പോവാം. ഇവിടെ നമുക്ക് തിരിച്ചു വരുമ്പോ ഇറങ്ങാം. അതാകുമ്പോ ഇരുട്ട് ആരും കാണത്തില്ല. ഭയങ്കര തിരക്കായതിന്റെ പേരിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ കേറുന്നതായിരിക്കും. വളരെ മോശമായിട്ട് ഇത്രയും വലിയ വർക്കാണ് ചെയ്യുന്നത്. വാണിംഗ് ഡേ പോളിച്ച് കിട്ടുവാണെങ്കിലോ ഒരു ഡിവൈഡർ വെക്കുവാണെങ്കിലോ ആൾക്കാരെ നിർത്തുവോ വണ്ടി ഡീവിയേഷൻ ഉണ്ടെന്ന് പറയുക ഒന്നും ചെയ്യുന്നില്ല. ചുമ്മാ ഇത്രയും തിരക്കുള്ള റൂട്ടാവേ. ഇത് നല്ലോണം ഇവിടെ നിർത്തിക്കാൻ ഞാൻ വണ്ടിക്കാരൻ പണി തരും. നിർത്തണോ? കേരള ലോട്ടറി നാളെയാണ് നാളത്തെ. താങ്കൾക്ക് പരുന്തുംപാറ യാത്രയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? യാത്ര നടക്കുന്നേ ഉള്ളൂ. പൊളി യാത്രയെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വേണം യാത്ര ചെയ്യാൻ. കാര്യം വീട്ടിൽ നമ്മൾ ചൂടും കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങോട്ട് വരണം. ആ തണുപ്പൊക്കെ കൊണ്ട് ആ കോടയിലൊക്കെ ഒന്ന് തട്ടി തഴകി അടിപൊളിയാ. അന്തസം. എനിക്കെന്ന് പറഞ്ഞാൽ ചായം പഴുപ്പ് പറ നല്ല അടിപൊളി കോട മഞ്ഞിങ്ങനെ ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ഫീൽ സൂപ്പറാണ്. കുട്ടിക്കാനും പരുന്തുംപാറ വന്ന് ആസ്വദിക്കുക. താങ്കൾ ആസ്വദിക്കാൻ താങ്കളുടെ എക്സ്പീരിയൻസോ? നമ്മൾ പല വിധത്തിലുള്ള ബിസിനസ് ടെൻഷൻ്റെ യാത്രകൾക്കിടയിലാണ് നമ്മൾ ഈ ഒരു ഹൈറേഞ്ച് യാത്ര പ്ലാൻ ചെയ്തത്. വളരെ മനോഹരമായിരുന്നു. നമുക്കുള്ള സമയങ്ങൾ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുകയാണ്. നമ്മൾ ആസ്വദിക്കുകയാണ്, തകർക്കുകയാണ്. ആ തോട്ടത്തിൻ്റെ അകത്തടി
ലൂസിഫറിലെ കോടാമഞ്ഞി പോകൂ താഴ്വരയിലോ പറഞ്ഞോ. ഇതാണ് തേയിലയുടെ കുരു. തേയിലക്കുരു എന്ന് കേട്ടിട്ടുണ്ട്. ഇതാണ് ഇതാണ് നമ്മുടെ തൊട്ട് ബാക്കി കാണുന്ന ഏലപ്പാറ. അടിപൊളി പ്ലേസ്. കണ്ടു കഴിഞ്ഞാൽ ഇച്ചിരി ഉള്ളു, പക്ഷെ അടുത്തോട്ട് ചെന്ന പുലിയാണ് പുലി പൊളപ്പൻ. നിക്ക് പറഞ്ഞിട്ടു. അയ്യോ പ്ലേ ചെയ്തില്ല. സംഭവം കാണാൻ പറ്റും. പക്ഷെ നല്ല ക്യാമറ അല്ല, അതുകൊണ്ടാണ് ക്യാമറ അവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. നമ്മുടെ യൂട്യൂബ് ഒക്കെ റീച്ച് ആയി അടിപൊളിയായി കഴിഞ്ഞാൽ ക്യാമറ ഒക്കെ മേടിച്ച് നമുക്ക് അതൊക്കെ സൂം ചെയ്ത് അടിപൊളിയായിട്ട് ക്യാമറ മേടിച്ചു തരാൻ വല്ല താല്പര്യം അങ്ങനത്തെ താല്പര്യം നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് വെള്ളച്ചാട്ടം എടുക്കുക. അയ്യോ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അവിടെ സ്വന്തം നാട്ടിൽ അടിപൊളി വെള്ളച്ചാട്ടം ചാടുന്നവന്മാർ ഇവിടെ വന്ന് ചെയ്യും മുള്ളു ഏതാനും നിമിഷങ്ങൾക്ക് നമ്മൾ ഏലപ്പാറയിൽ എത്തിച്ചേരുന്നതായിരിക്കും. അതിനു മുമ്പേ നമ്മൾ ലോങ് സൈഡിലൊരു ഏലപ്പാറ നമ്മൾ കാണുന്നു. അതാണ് ഏലപ്പാറ. ഇനി നമ്മൾ ഡ്രൈവ് ചെയ്ത് നമ്മൾ അവിടെ വരെ എത്തേണ്ടതാണ്. ഇനി അവിടെ ഏലപ്പാറ ചെന്നിട്ട് നമുക്ക് കാണാം. ഇനി വേണ്ട. ഏലപ്പാറയിൽ നിന്നും നമ്മളിതാ ബീവിക്കുളത്തോട്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. എത്രയും എളുപ്പം ബീവിക്കുളത്തോട്ടുള്ള യാത്രയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും 100% ചാർജോട് കൂടി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കാണുന്ന അതിമനോഹരമായ ലാൻഡ്സ്കേപ്പ് കണ്ടാൽ ഈ സ്ഥലം ബീവിക്കുളത്തോട്ടുള്ള യാത്രയാണ്. ഞാൻ സിയയിലെത്തി. പ്രകൃതി രമണീയമായ നമ്മൾ ആ കാണുന്ന സ്ഥലമാണ് ചാർലി പോലെയുള്ള മലയാള സിനിമകൾ ഷൂട്ട് ചെയ്ത ബീവിക്കുളം. നമുക്ക് ആ കാഴ്ചയിലേക്ക് കിടക്കാം. എന്നാ അറിയാം, അവിടെ ഇടാതെ തന്നെ അറിയാം. നമുക്കിപ്പം നിങ്ങൾക്ക് അവസാനം തന്നു കഴിഞ്ഞാൽ നമുക്കൊരു DFI പിഴാണ്. വലിയ വെള്ളം ഇറങ്ങി പോകണം, വലിയ വരും. അപ്പോൾ നമ്മൾ അവസാനം തന്നു കഴിഞ്ഞാൽ ഈ അവസാനം പൊട്ടിപ്പോയി. അതവർ ചെയ്യത്തുമില്ല. അതിനാണ് ഇരുട്ട് പോലെ. കുട്ടിക്കാലത്ത് വരുന്ന ഒരു വളഞ്ഞങ്ങനെ വെള്ളച്ചാട്ടം കാണത്തില്ലേ, അതുപോലെ വെള്ളച്ചാട്ടം ഇങ്ങോട്ട് ഇവിടുന്ന് വെള്ളം ഒലിക്കുന്നു. ഈ വർഷം തന്നെ ഈ മഴക്കാലത്ത് ഉള്ളോ അതോ അല്ലാത്ത ടൈമിൽ വെള്ളം ഉണ്ടാവും? എല്ലാ ടൈമിലും വെള്ളം. ഇതെന്ത് ഇത് ഇതിനകത്തൊക്കെ വെള്ളം അടിക്കാൻ വേണ്ടി വരും. വീടെഴുത് എനിക്ക് നീന്താൻ അറിയില്ല. ഒത്തിരി കാഴ്ച ഉണ്ടോ? പിന്നെ ഇത് കറണ്ട് ഉണ്ടാക്കുന്ന ടെർബൈൻ ആയിരിക്കും. ടെർബൈൻ ചെറിയ രീതിയിൽ കറണ്ട് ഉത്പാദിപ്പിക്കുന്ന ഡാം. അങ്ങോട്ട് നോക്കൂ, അങ്ങോട്ട് നോക്ക്. കണ്ടോ വെള്ളം കെട്ടിയിട്ടേക്കുന്നുണ്ട്. ചിലപ്പോ ഇതിനകത്തൊക്കെ പോയി കഴിഞ്ഞാൽ തീരുമാനം. സുരേഷ് മേപ്പാടിയോ? ഇങ്ങോട്ട് നോക്കൂ, കാട് കണ്ടോ. അതിനകത്തൂടെ ടെർബൈൻ റൊട്ടേറ്റ് ചെയ്ത് പോകുന്ന വെള്ളമാണ്. വേസ്റ്റ് ആയിട്ട് വെളിയിലോട്ട് പോകുന്ന വെള്ളമാണ് ഈ കാണുന്നത് നമ്മള്. ആവശ്യത്തിനുള്ള കറണ്ട്. ഇതൊക്കെ പണ്ട് പഠിക്കാൻ പറ്റോ? പഠിക്കണമായിരുന്നു. ഉപകാരപ്പെട്ടു. ടീച്ചറിനെ സ്തുതിക്കുന്നു. നാട്ടുകാരുടെ കുടിവെള്ളത്തിന് വേണ്ടി നാട്ടുകാരുടെ കുടിവെള്ളവും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാനൊരു വാട്ടർ അതോറിറ്റിയിൽ ജോലി ചെയ്യുന്ന എംപ്ലോയി ആണ്. അതുകൊണ്ട് നാട്ടുകാർക്ക് വെള്ളം കൊടുക്കുന്നുണ്ട്.